മക്കളെ വിളിക്കൂ. മോളെ മോളെ എണീറ്റ ഡാ ഏടാ എണീറ്റട്ടെ വേഗം. എഴുന്നേൽക്കുന്നില്ല രണ്ടുപേരും. വിളിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞത്? പിടിക്ക്, പിടിക്കാൻ. ദാ നാളെയോ? നാളെ ഞാൻ എത്തിക്കോളാം. പിന്നെ ആരാടി അത്? അത് പറയടി, പറയാൻ. കൊറേ നാളായി ഞാൻ കാണുന്നു. പറയാൻ. അമ്മ ഒടിച്ച് കൂത്താടി നടക്കുന്ന ഇവനെയാണോടി നീ? എടാ, ഇനി എന്റെ മോളോട് വശീകരണ തന്ത്രവുമായി വന്നാൽ നിന്നെ ഞാൻ വേച്ചേക്കില്ലടാ. ആര്യ, ഡോർ ലോക്ക് ചെയ്തിട്ട് കിടന്നോളൂ. ആരാ? വാതിൽ ലോക്ക് ചെയ്തില്ലെന്ന തോന്നല ബാഡ് ഡ്രീംസിനൊക്കെ ഇടയാക്കുന്നത്. എന്തു വന്നാലും പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാനുള്ള ശക്തി മനസ്സിലുണ്ടാക്കിയെടുക്കണം. തയ്ച്ചു വെച്ച ചുരിദാറില്ലേ, അതും എടുത്തോളൂ. ഇനി ഇതൊന്ന് നോക്കിയേ. ഹായ്, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അമ്മ ഇതെന്താ ചെയ്തേ? അമ്മേ, എനിക്ക് വേണേ 1000. ഇല്ല, 5 പൈസ ഞാൻ തരില്ല. നിന്നെയൊക്കെ അമിതമായി ലാളിച്ചു പോയി. പോരെ, ഇനിയൊന്ന് സ്നേഹത്തോടെ. എന്റെ മോനെന്ന് ചിന്തിച്ചു നോക്കി അമ്മയുടെ കഷ്ടതകള് ശരിക്കും മനസ്സിലാക്കിയ അമ്മയോട് നീ ആവശ്യമില്ലാതെ പണം ചോദിക്കില്ല. എനിക്ക് കാശ് വേണ്ടമ്മേ. വേണ്ടേ? അമ്മ തരും, വാങ്ങിച്ചോ. അമ്മേ, ഞാനൊരു ചായ ഇടട്ടെ. വരൂ. അമ്മയ്ക്ക് തലചുറ്റിലൊക്കെ ഉള്ളതാ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അമ്മയെ ഡോക്ടറെ കാണിക്കണം. എവിടെ പോയല്ലോ? പോയി. ആരാ? എങ്ങനെ ഇവിടെ എത്തി? കൂൾ ഡൗൺ. അന്ന് ഇദ്ദേഹമാ എന്നോട് ഡോർ ലോക്ക് ചെയ്ത് കിടന്നോണം പറഞ്ഞത്. എന്തൊരു സ്നേഹബന്ധമാ. അമ്മയും മകളും ആയാൽ ഇങ്ങനെ വേണം. എങ്കിലും ഗംഗ ചേച്ചി, ഇത്ര ടെൻഷൻ വേണ്ട.
ആര്യ, ആ കോള് കട്ട് ചെയ്യൂ. തനിച്ചെവിടെയും പോവാത്തതാ നല്ലത്. അവരുടെ കൂടെ വേഗം പോയിക്കോളൂ. ഉം. എന്തു വന്നാലും പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാനുള്ള ശക്തി മനസ്സിനുണ്ടാക്കിയെടുക്കണം. പെൺകുട്ടികളെ തനിച്ചു വിടരുത് എവിടെയും.